ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായിട്ട് നമ്മുടെ ഇന്ത്യ മാറുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ 25% കൂടി ഇന്ത്യയുടെ മേൽ ഇപ്പോൾ ചുമത്തിയിരിക്കുകയാണ്. അതായത് 50%മാണ് ഇന്ത്യയുടെ മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന താരിഫ്. കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യക്ക് എന്തോ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ് പറയുന്നത് എന്ന്. ശരിയാണെന്നേ, ഇന്ത്യക്ക് കുഴപ്പം പിടിച്ച കാര്യമാണ്. പക്ഷെ നമ്മുടെ പല മാധ്യമങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്ന പോലെയല്ല ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്ക് ഇരുട്ടടിയാണ്, ഇന്ത്യക്ക് തിരിച്ചടിയാണ്, ഇന്ത്യ ഇതോടെ തീർന്നു, ഇന്ത്യക്ക് വലിയ നഷ്ടമാണ്, ആനയാണ് ചേനയാണ് എന്നൊന്നും അല്ല പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുക്കണമോ, സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്ന നിലയ്ക്ക് സ്വതന്ത്രമായ ഫോറിൻ പോളിസി നിലനിർത്തണമോ? ഇതാണ് ഇന്ത്യയുടെ മുമ്പിലെ ചോദ്യം. ഫ്യൂച്ചർ സൂപ്പർ പവർ എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു രാജ്യം താരിഫിന്റെ അമേരിക്കൻ ഭീഷണി, അമേരിക്ക നമ്മുടെ ട്രേഡിനെ തകർത്ത് കളയുമെന്ന ഒരു ഭീഷണി, അതാണല്ലോ താരിഫ് ഭീഷണി. ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി കൊടുക്കണമോ, അതിനെ നേരിട്ട് ചെറുത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോകണമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഇതിൽ ഏത് തിരഞ്ഞെടുത്താലും നമുക്ക് പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും. അമേരിക്ക പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് ലാഭമുണ്ടാകും. ട്രംപ് വേണമെങ്കിൽ 0 ആക്കി തരും താരിഫ്. അമേരിക്കയുടെ കൂടെ നിന്നു കൊടുക്കാമെന്ന് ഇന്ത്യ ഗവൺമെന്റ് സമ്മതിച്ചാൽ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. സൗത്ത് കൊറിയയിലേക്ക് ഉണ്ടായതുപോലത്തെ ഡെവലപ്മെന്റ് ചിലപ്പോൾ ഉണ്ടാവും. അമേരിക്കൻ സൈന്യത്തിന് ഒരു മിലിറ്ററി ബേസും കൂടെ ഇന്ത്യയെ കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് സന്തോഷമാകും. ഭയങ്കരമായിട്ട് വികസിക്കാം. അമേരിക്കൻ കമ്പനികൾ കൂട്ടത്തോടെ ഇവിടെ വരും. ഇവിടെ അവർ മാനുഫാക്ചറിങ് നടത്തും. ഇന്ത്യക്കാർ ഡെവലപ്പ് ആവും. ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. പക്ഷേ പിന്നീട് നമുക്ക് ഒരിക്കലും പരമാധികാരം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ആത്മാഭിമാനത്തോടെ നമുക്ക് ജീവിക്കാനും കഴിയില്ല. ജപ്പാൻകാരെ പോലെയും സൗത്ത് കൊറിയക്കാരെ പോലെയും അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രമായിട്ട് കഴിയേണ്ടി വരും. അതാണോ ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അതല്ല നമ്മൾ രണ്ടാമത്തതാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഫൈറ്റ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാവും. നമുക്ക് US-ഉമായിട്ടുള്ള ട്രേഡിൽ അടുത്ത കുറച്ച് നാളത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് ബില്യൻസിന്റെ കുറവ് വരും. അമേരിക്കയുടെ പ്രഷർ കാരണം കുറെ നഷ്ടങ്ങൾ ഉണ്ടാവും. നമ്മുടെ വിപണിയെ കാര്യമായിട്ട് അത് ബാധിക്കും. ചെറിയ തോതിലെങ്കിലും നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുക തന്നെ ചെയ്യും. വലിയ നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, പക്ഷെ കുറച്ച് നഷ്ടം ഉണ്ടാവും. പക്ഷേ ഈ പ്രഷറിനെ നമ്മൾ അതിജീവിക്കുകയാണെങ്കിൽ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഇമേജ് വർദ്ധിക്കും. പരമാധികാര രാഷ്ട്രം എന്ന നിലയ്ക്കുള്ള നമ്മുടെ ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ വലിയൊരു ശക്തി എന്ന നിലയിലേക്ക് നമുക്ക് വളരാൻ കഴിയും. അമേരിക്കയുടെ പ്രഷർ ഗെയിമിന് മുന്നിൽ, തിട്ടൂരങ്ങൾക്ക് മുന്നിൽ വഴങ്ങി കൊടുക്കുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ കഴിയും. വീണ്ടും അമേരിക്ക ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയാൻ ഇത് കാരണമാകും. കുറച്ച് നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വലിയൊരു ഫ്യൂച്ചറാണ് നിൽക്കുന്നത്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി മുട്ടുമടക്കി കൊടുത്താൽ അവൻ നമ്മുടെ തലേ കയറിയിരുന്ന് നമ്മുടെ ചെവി തന്നെ കടിക്കും. മറിച്ച് നമ്മൾ അവന് ചെവി കൊടുക്കാതിരുന്നാൽ, അവനെ വകവയ്ക്കാതെ മുന്നോട്ട് പോയാൽ നമുക്ക് അതിശക്തമായി തന്നെ മുന്നേറാൻ പറ്റും. താൽക്കാലികമായി ഉണ്ടാവുന്ന തിരിച്ചടികളും സാമ്പത്തിക നഷ്ടവും നമുക്ക് ഒന്നിച്ച് തന്നെ നേരിടാം. തീർച്ചയായിട്ടും ഏകപക്ഷീയമായ ഒരു തിരിച്ചടി ഇവിടെ ഉണ്ടാവില്ല. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ട്രംപ് ഓൾറെഡി ഇന്ത്യയുടെ മേൽ 25% താരിഫാണല്ലോ പ്രഖ്യാപിച്ചത്. അതിപ്പോ 50% ആക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രഖ്യാപനത്തോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പുതിയ താരിഫ് പ്രാബല്യത്തിൽ വരുന്നത് 21 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. അതായത് 27 ഓഗസ്റ്റോട് കൂടിയിട്ടായിരിക്കും ഈ താരിഫ് പ്രാബല്യത്തിൽ വരിക. എന്ന് വെച്ചാൽ ഉടനെ ഇത് പ്രാബല്യത്തിൽ വരില്ല. അതായത് പ്രഷർ ചെലുത്തുക. അപ്പൊ അടുത്ത 27-ാം തീയതിക്കുള്ളിൽ നമ്മൾ അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുത്തില്ല എങ്കിൽ 50% ആകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഷർ ചെലുത്തുക. നമ്മൾ മുൻപൊരു വീഡിയോ പറഞ്ഞ പോലെ അമേരിക്ക ഇത് ചെയ്യുമ്പോൾ ചെമ്പിന്റെ ഇറക്കുമതിയിൽ ഇത് ചെയ്യുന്നില്ല. റെയർ എർത്ത് എലമെന്റ്സിന്റെ അല്ലെങ്കിൽ മിനറൽസിന്റെ ഇറക്കുമതിയിൽ ഈ ഒരു താരിഫ് ചുമത്തുന്നില്ല. ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്സിൽ ഈ താരിഫ് ചുമത്തിയിട്ടില്ല. അതായത് ടോട്ടൽ എക്സ്പോർട്സിൽ ഒരു 40 to 15% അടുത്ത് 40 മുതൽ 50% വരെ പ്രോഡക്റ്റുകൾക്ക് താരിഫ് ഇല്ല. പ്രധാനമായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ജ്വല്ലറി ഐറ്റംസ്, ടെക്സ്റ്റൈൽ മേഖല, ഇങ്ങനെയുള്ള ബിസിനസ് മേഖലയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിൽ കിട്ടുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന പ്രോഡക്റ്റുകൾക്കാണ് ഈ താരിഫ് ഏറ്റവും കൂടുതൽ വരിക. ഈ 50% ഫ്ലാറ്റ് താരിഫ് അല്ല. ഇന്ത്യയിൽ നിന്ന് എന്ത് കൊണ്ടുപോയാലും 50% ഇല്ല, അല്ലെങ്കിൽ 25% ഇല്ല. ഇതാണ് ഇവരുടെ ഒരു ഗെയിം. അപ്പൊ ഇന്ത്യയെ പ്രഷർ ചെലുത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഒരു തന്ത്രമാണ്. ആ പ്രഷറിന് നമ്മൾ വഴങ്ങി കൊടുക്കരുത്. ഇതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യണം. റഷ്യയുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ, നമുക്ക് അമേരിക്കയുമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ചർച്ച നടത്താം. പക്ഷേ അമേരിക്ക പറയുന്ന ഡീലിനല്ല നമ്മൾ നിൽക്കാൻ പോകുന്നത്. മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന ഡീലിലായിരിക്കണം. അതാണ് ഇന്ത്യ ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. അല്ലാതെ US-നെ ഭയങ്കരമായിട്ട് എന്നേക്കുമായിട്ട് പിണക്കി കളയുക എന്നുള്ള ലക്ഷ്യമൊന്നും ഇന്ത്യക്കില്ല. പക്ഷെ US-ന്റെ ഈ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങി കൊടുക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം. അങ്ങനെ വഴങ്ങിക്കൊടുത്താൽ നാളെയും US ഇത് ആവർത്തിക്കും.
നാളെ അധികാരത്തിൽ വരുന്ന പ്രസിഡന്റുമാര് ഇതിനേക്കാൾ മോശമായിട്ട് പല രൂപത്തിൽ പ്രഷർ ചെലുത്തും. ഒരു തവണ അങ്ങനെ നമ്മൾ വഴങ്ങി കൊടുത്താൽ വീണ്ടും വഴങ്ങുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഒരു തരത്തിലും വഴങ്ങാതെ അമേരിക്കയെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.